ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗെയിമിംഗ് യൂണിവേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന പുതിയൊരു ഗെയിമാണ് ഗൈസ്. അത് ഈ ഗെയിമിൻ്റെ പേരാണ് എയ്റോപ്ലെയിൻ പ്രോ. എയ്റോപ്ലെയിൻ പ്രോ ഞാൻ കളിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എപ്പോഴും പറയേണ്ട ഡയലോഗ് ഒരുപാട് വർഷം മുമ്പതാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, ഇത് വരുന്നുണ്ട് ലോഡിംഗ് ആയിട്ട്. ഓക്കെ, കണ്ടിന്യൂ. അപ്പോൾ ഇത് ഓക്കെ ഗൈസ്, അപ്പം മറ്റേ എൻജിനൊക്കെ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്ലെയിൻ. ഓക്കെ, നല്ല റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലെയിൻ ഗെയിം കാണുന്നത്. മറ്റേ ആൽഫൈറ്റ് ഒക്കെ ആണെങ്കിൽ കാർ ഗെയിമൊക്കെ സാധാരണ റിയലിസ്റ്റിക് ആവാറുണ്ട്. ആദ്യമായിട്ട് പ്ലെയിൻ ഗെയിം. ഓക്കെ, ഞാൻ അതോട് കയറി. ഓക്കെ, ലോഡിങ് ആവുന്നുണ്ട്. ഓക്കെ, ലോഡിങ് ആയി. കണ്ടിന്യൂ. കുറേ എൻജിൻസ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഇതെന്ത് ഗൈസ്? ഇത് മറ്റേ സാധനവും. അപ്പം സ്റ്റാർട്ട് ബട്ടൺ. അപ്പം ഇത് മറ്റേ സ്റ്റാർട്ട് ആക്കാനുള്ള ബട്ടൺ. അപ്പോൾ സ്റ്റാർട്ടായി. ഇനി എന്ത് ചെയ്യണം? നൗ യൂസ് ദി ഓക്കെ, ഇതാണ് ടോറൻറ്റ്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. ടോട്ടല് ഇത് രണ്ടും ഇങ്ങോട്ടാക്കണം. ഇതെന്തോ ലൈറ്റ്സ്. ലൈറ്റ് വരും. ഡോറ് സബ്മിറ്റ് എന്തുവോ. ഓക്കെ, കുറേ ബട്ടണുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. ഇതിപ്പോൾ മേലോട്ടാക്കാം നമുക്ക്. എന്നിട്ട് ഇത് താഴോട്ടാക്കണം. അതിപ്പോൾ പറക്കും. ഓക്കെ ഗൈസ്. അടിപൊളി. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഇനി പോവേണ്ടേ? ക്ലിക്ക് ദി GPS. ഓക്കെ, ക്ലിക്ക് GPS. അയ്യോ, കാണാൻ പറ്റുന്നില്ല. നമ്മൾ 70 ഫീറ്റ് മണ്ടയ്ക്കാണ്. 70 ഫീറ്റ്, 108 ഫീറ്റ്. നമുക്ക് ഒരുപാട് മേളിൽ പോവാം. അപ്പുറത്തോട്ടാണ് പോവേണ്ടത്. ഓക്കെ, ഇങ്ങോട്ടാണ് നമുക്ക് പോവേണ്ടത്. നമുക്ക് ഒരുപാട് ഹൈറ്റിൽ പോവാം. ഓക്കെ, നമ്മളിപ്പോൾ 400 ഫീറ്റിന് മണ്ടയ്ക്കായി ഗൈസ്. 400 ഫീറ്റിന് മണ്ടയ്ക്ക്. അതുകൊണ്ട് 500 ഫീറ്റ് തരോട്ട് നോക്കട്ടെ. ഇത്ര ഉയരേ ഉള്ളോ? നമുക്ക് ഇവിടെ വെച്ച് എൻജിൻ ഓഫ് ചെയ്താലോ ഗൈസ്? എൻജിൻ എങ്ങനെ ഓഫ് ചെയ്യുന്നേ? നമുക്ക് ഇവിടെ വെച്ച് എൻജിൻ ഓഫ് ചെയ്യാം ഗൈസ്. അതാ നല്ലത്. നമുക്ക് ഇവിടെ വെച്ച് എൻജിൻ ഓഫ് ചെയ്യാം. എൻജിൻ ഓഫായി. എന്നിട്ടും പറക്കുന്നല്ലോ. സാധാരണ പ്ലെയിൻ ആണെങ്കിൽ താഴോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ താഴെ കണ്ടോ? 400-ന്റെ ഇതൊക്കെ കിടക്കുന്ന സംഖ്യ താഴോട്ട് പോകുന്നത്. അത് 0 നമ്മൾ താഴെ ലാൻഡ് ചെയ്യും. നമ്മൾ താഴോട്ട് വീണോണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒന്നുകൂടെ. സ്റ്റാർട്ടൊക്കെ ചെയ്യാൻ പറ്റും ഒന്നുകൂടെ. പിന്നെ സ്റ്റോപ്പ് ചെയ്യാം എൻജിൻ. അങ്ങോട്ടാണ്. നമ്മൾ ഓൺ ആക്കത്തില്ല എൻജിൻ. നമുക്ക് ഓൺ ആക്കാതെ ലാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് താഴെ എത്തി. ഇപ്പം നമ്മൾ താഴെ ലാൻഡ് ചെയ്യണം. ഇതാണ് നമ്മൾ 50 ഫീറ്റ് താഴെ. ഓക്കെ, ലാൻഡ് ചെയ്തോ? ഓക്കെ, കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ബട്ടൺ അമർത്തണം. സ്റ്റാർട്ട് ചെയ്യും. ഹൈ സ്പീഡ് ഇടിച്ച് കയറാം. ഗൈസ്, അത് ഞാൻ പെട്ടെന്ന് അത് കൺട്രോൾ വിട്ടുപോയി ഗൈസ്. ഒന്നുകൂടെ റീട്രൈ മെഷീൻ. എനിക്കറിയാം ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള മെഷീനാണെന്ന്. പക്ഷെ നമ്മളവിടെ വെച്ച് ഓഫ് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യും. വേഗം പോവാം. എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിതെല്ലാം ഓണാക്ക്. ഓക്കെ, ഹോൾഡ് ബട്ടനൊക്കെ കാണിച്ചു. ഓക്കെ, ഹൈ സ്പീഡിൽ പോട്ടെ. ഓക്കെ, ഹൈ സ്പീഡിൽ ഇട്ടിട്ടുണ്ട്. ഒറ്റ വലി.
ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എഞ്ചിനിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. ലാൻഡിങ് ഗിയറോ അതെന്ത് സാധനം? നെക്കിയിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ. പിന്നെ എന്തുവാ? അത് മോഡാണ്. ഓക്കെ, നമ്മൾ അടുത്തെത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ സത്യത്തെത്താറായി. ഞാൻ കൈ വിട്ടേക്കുവാണ്. ഞാൻ ഒരു കൺട്രോളിങ്ങും ഇല്ല. ഞാൻ കൈ വിട്ടേക്കുവാണ് സത്യത്തിൽ. ഞാൻ ചുമ്മാ അത് കണ്ടോണ്ടിരിക്കുക. ഞാൻ കൈ വിട്ടേക്കുവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ പോവാണ്. ഇനി ഞാൻ സ്പീഡ് കുറയ്ക്കണം. ഞാൻ ഇപ്പോഴേ സ്പീഡ് കുറയ്ക്കുന്നില്ല. ഓഫ് ചെയ്തേക്കാം, അതാ നല്ലത്. ഓക്കെ ഗൈസ്, നമ്മൾ അതിലോട്ട് പോവുകയാണ്. ഇനി അങ്ങ് ഓൺ ചെയ്ത് വിട്ടേക്കാം, അതായിരിക്കും രസം. ചുമ്മാ ഓണാവില്ല. ഓക്കെ, ലാൻഡ് ചെയ്തു. ഞാനത് മറ്റേ ഇതില്ലയോ സാൽഫായിട്ട് വെച്ച് അവിടെ വെച്ച് അങ്ങ് ഓഫ് ചെയ്യാം. എൻജിൻ ഓഫ് ചെയ്ത്. ഓക്കെ, സക്സസ്ഫുള്ളി നമ്മളങ്ങനെ വന്നിരിക്കുകയാണ്. സക്സസ്. ഓക്കെ, എന്തായാലും തൽക്കാലം കൊടുത്തേക്കാം. എന്തുവാണെന്ന് കേട്ടില്ല. റേറ്റ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സ്റ്റോർ പറയുള്ളൂ. എന്താണ് ഗൈസ്? ഓക്കെ, കണ്ടിന്യൂ. ഈ പ്രാവശ്യം നല്ലൊരു പ്ലെയിനാ കിട്ടിയേക്കുന്നേ. ഇതേതാ പ്ലെയിൻ? അയ്യേ, കൊള്ളാത്ത പ്ലെയിൻ. ഓക്കെ, ഈ പ്രാവശ്യം നമുക്ക് നല്ല പ്ലെയിനാണ് കിട്ടിയേക്കുന്നത്. അടുത്ത പ്രാവശ്യം ഇല്ലും വലുത് കിട്ടുമായിരിക്കുമെന്നല്ല, കിട്ടണം. അതാണ് വേണ്ടത്. സ്റ്റാർട്ട് പ്ലെയിൻ. ഹൈ സ്പീഡ് ഓണ്, ലൈറ്റ് ഹൈ സ്പീഡ് അല്ല, ഹൈ സ്പീഡ്. അപ്പോൾ ഇതിനകത്ത് ലാൻഡിങ് ഗിയർ എനേബിൾ ആണ് ഗൈസ്. നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടില്ലേ. ഓക്കെ, എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ ഹൈ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ഹൈറ്റ് പോവുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ നേരത്തെ പ്ലെയിനേക്കാളും ഹൈറ്റ് പോകുന്നുണ്ട് ഗൈസ്. എൻ്റെ സ്വിച്ചൊക്കെ അമർത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 200 ഫീറ്റ് മേലിൽ വന്നു ഗൈസ്. ഓക്കെ, ലാൻഡിങ്. ഇത്ര തൊട്ടും ലാൻഡിങ് ചെയ്യാമോ? തിരിച്ചു വേണം പോകുന്നല്ലേ. അങ്ങനെ അവിടെ അല്ല ലാൻഡിങ്. നമ്മുടെ ഇവിടെ എങ്ങാണ്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. എന്ത് ലാൻഡിങ് കാണുന്നില്ല? പറ്റിച്ചോ? എന്ത് ഇവിടെ എങ്ങാണ്ടാ ലാൻഡിങ്? താരെ ഈ കാണാൻ പറ്റില്ല. ഓഫ് ചെയ്തേക്കാം സിസ്റ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗൈസ്, ജസ്റ്റ് മിസ്. ലാൻഡിങ് ഗിയർ ഓൺ ആക്കണം. ഓക്കെ, ലാൻഡിങ് ഗിയർ ഓൺ ആക്കാം. എന്നാലും ഇടിച്ച് പൊട്ടിത്തെറിച്ചില്ല എന്നുള്ളത് അത്ഭുതം. ഇപ്പം ഞാൻ ആ മെഷീൻ ഇത് ഓഫ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പം കാണാമായിരുന്നു പൊട്ടിത്തെറിച്ചത്. അടുത്തത് നല്ല റൈഡാ കേട്ടോ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒന്ന് ലെവല് കഴിഞ്ഞ് കൂടി വരും. ഓക്കെ, അടുത്തത് ലോഡിങ് ആണ്. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് മറ്റേ ഇതൊന്നുമില്ല ഗൈസ്. ഏത് മറ്റേ ഈ ഫാനില്ല ഗൈസ് ഇതിന്. ഓക്കെ, നമുക്ക് എല്ലാം ഓൺ ചെയ്യാം. അതല്ല, നമ്മുടെ എനിമിയാ. റെഡ് കാണിക്കുന്നല്ലോ. ആരെടാ നീ? അവന് നമ്മൾ കൊള്ളല്ലോ. അതെന്ത് സംഭവം? അവനെന്തോ പ്രൈവറ്റ് ജെറ്റ് കിടന്ന റെഡ് കാണിക്കുന്നേ. നോക്കട്ടെ ഗൈസ്, എന്ത് അവിടെ റെഡ് കാണിക്കുന്നവന്? അവന് എന്തെങ്കിലും ചെയ്യണം. ചുമ്മാ റെഡ് കാണിക്കത്തില്ല. റേസിംഗ് ആണോ തോന്നുന്നു. അല്ലാതെ റേസിംഗ് ആണെന്ന് തോന്നുന്നു. വാ, കാണിച്ചു തരാം. ഞാൻ ഓണാക്കിയില്ല സിസ്റ്റം. ഓക്കെ, റേസിംഗ് കണ്ടോ? നമ്മൾ ഓണാക്കുമ്പോഴേ അവനും ഓണാക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം റേസിംഗ്. വാ
വാ ഗൈസ് ഹൈ സ്പീഡിൽ പോവാം. സ്പീഡ് കുറച്ച് സ്പീഡ് കൂട്ടണം. ഓ ഗൈസ് ജസ്റ്റ് നീ എങ്ങോട്ടാടാ പോണേ? ഞാൻ പിടിക്കടാ. എന്തിയേ ഞാൻ കണ്ടില്ല. എന്താണ് ഗൈസ്? ഞാൻ ഇവിടെ കൊണ്ട് പൊട്ടിത്തെറിച്ചില്ലല്ലോ. യു ഹാവ് ബിൻ ഔട്ട്. ഓ എന്ന് വെച്ചാൽ അവൻ്റെ കൂടെ പോണം. ഓ അങ്ങനെ അവൻ്റെ കൂടെ പോണം നമ്മൾ. അങ്ങനെ കാണിച്ചു തരാം. ഓക്കെ എഞ്ചിൻ ഓൺ എല്ലാം ഓൺ ചെയ്തോ. അവൻ്റെ കൂടെ പോകും നമ്മൾ. ഹൈ സ്പീഡ് കിട്ടും. അതാണ് വേണ്ടത്. ഓ നമ്മൾ ഹൈ സ്പീഡ് വിടുക. ഓ അവൻ്റെ കൂടെ പോകണം. അപ്പോൾ ഇത് പവർ കുറച്ച് അവനെ കാണണ്ടായിരുന്നു നമുക്ക്. അവനെ കാണാൻ പറ്റുന്നില്ല. എന്തോ കഷ്ടമാ. ഓ അല്ല അവനെ കാണാൻ പറ്റുമോ? അവിടെ റെഡ് ഡോട്ട് കണ്ടോ? അതിനെ മതി. ഓ ഗൈസ് കിട്ടി അവനെ കിട്ടി. സ്റ്റാർട്ട് എൻജിൻ ചെയ്തോ. അയ്യോ ഓഫ് ആയിക്കോ. ഓ അതെങ്ങനെ പൊട്ടിത്തെറിച്ചു? ഓ അവിടെ ഭാര്യ ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ് അപ്പോൾ ബൈ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അടുത്തനെയും കമൻറ്റ് ചെയ്യത്തില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് ബൈ ഗായ്സ്.